ഹലോ നമസ്കാരം. അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറി ആട്ടോ ഞാൻ പറയാൻ പോകുന്നത്. അങ്ങനെ മനു വന്നേക്കാണ് മുത്തശ്ശിയും അലീനയും കാണാനായിട്ട്. മനുവിന് ഇപ്പോൾ മുത്തശ്ശിയെ കാണുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം താല്പര്യമൊക്കെ അലീനയെ കാണാമെന്നുള്ള ഒരു ലക്ഷ്യമാട്ടോ. അതുകൊണ്ട് കൂടിയാണ് മനു ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കടപ്പാട്ടൂർ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അലീനയെ എങ്ങനെയെങ്കിലുമൊക്കെ കാണണം. അവളുടെ ആ ചിരിയും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അലീനയുടെ ഓരോ നോട്ടമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മനുവിന്. അങ്ങനെ ബാലചന്ദ്രനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊന്ന് മുത്തശ്ശിയെ കാണട്ടെ അങ്കിൾ എന്ന് പറഞ്ഞിട്ട് മനു അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എനിക്ക് അകത്തേക്ക് വരാമോ എന്ന് ചോദിക്കുകയാണ്. ഓ വന്നോ എന്ന് അലീന പറയുന്നുണ്ട്. നീ ഇങ്ങോട്ട് കയറി വാടാ, അവൻ അനുവാദം ചോദിക്കാൻ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അല്ല രണ്ട് സ്ത്രീകൾ താമസിക്കുന്ന റൂമല്ലേ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി വരികയാണ് മനു. ഇങ്ങനെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ ഇന്ന് തിരിച്ചു പോവുകയാണോ ബാംഗ്ലൂരിലേക്ക് എന്ന് ചോദിക്കുകയാണ്. ആ മുത്തശ്ശി ഞാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ മനു അലീനയുടെ അടുത്ത് വന്നിട്ട് അതിനിടയ്ക്ക് അലീന ഗുഡ് മോർണിംഗ് മനു ഏട്ടാന്ന് പറയുന്നുണ്ട്. നല്ല സന്തോഷത്തോട് കൂടിയിട്ടാണ്. വെരി വെരി ഗുഡ് മോർണിംഗ് എന്ന് മനുവും പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ സംസാരമൊക്കെ മുത്തശ്ശിക്ക് ഭയങ്കര ഇഷ്ടമാവുക കേട്ടോ. അങ്ങനെ മനു പിന്നെ അലീനയോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് 2 ദിവസത്തെ ലീവ് വേണമെന്ന് അങ്കിൾ പറയുന്നത് കേട്ടു, എന്തിനാന്ന് ചോദിക്കുമ്പോൾ ഞാൻ രേവതിക്കുട്ടിയെ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ മനുവേട്ട, അന്ന് ഞാൻ അവളെ അവിടെ കൊണ്ടാക്കിയിട്ട് വന്നതാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് 1 മാസമായില്ലേ, എനിക്കൊരു 2 ദിവസത്തെ ലീവ് വേണ്ടേ, ഒരു ദിവസമെങ്കിലും എനിക്ക് ലീവ് വേണ്ടേന്ന് ചോദിക്കുകയാണ് അലീന. അതെന്തിനാ 2 ദിവസം രേവതിക്കുട്ടിയെ കാണാൻ പോകാനാണെങ്കിൽ 1 ദിവസം പോരെയെന്ന് മനു ചോദിക്കുമ്പോൾ എനിക്ക് ചിന്നുമോളെ കൂടി പോയി കാണണമെന്നുണ്ട്, കൊല്ലത്ത് പോയിട്ട് ചിന്നുമോളെ കൂടി കാണണം, അതിനാണ് ഞാൻ 2 ദിവസം എന്ന് പറഞ്ഞത് എന്ന് പറയാണ്. ഇങ്ങോട്ടേക്കൊക്കെ നീ എങ്ങനെ പോകും, തനിച്ച് പോകുമെന്ന് ചോദിക്കുക കേട്ടോ മനു. അപ്പോൾ അലീന പറയുന്നത് ആരുമില്ലാത്തവർക്ക് ദൈവം കൂട്ടിനുണ്ടല്ലോ മനുവേട്ട എന്ന് പറഞ്ഞിട്ട് എന്ന് പറയാട്ടോ. അപ്പോൾ മനു പറയുന്നുണ്ട്, അപ്പോൾ നിനക്ക് സാലറി ഒക്കെ കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല കിട്ടിയില്ല, ഞാൻ ഇതുവരെ ചോദിച്ചിട്ടുമില്ല എന്ന് പറയണം. അപ്പോൾ അന്ന് കുറച്ച് കാശ് തന്നല്ലോ, നിന്റെ കണക്കൊക്കെ തീർത്ത് വിട്ടു എന്ന് പറഞ്ഞത് അന്ന് പ്രോബ്ലം ഉണ്ടായ ദിവസമല്ലേ, അതൊക്കെ ഞാൻ തിരിച്ചു കൊടുത്തു എന്ന് അലീന പറയാട്ടോ മനുവിനോട്. പിന്നെ എന്നാൽ ഞാൻ അങ്കിളിനോട് പറയാം സാലറി തരാനെന്ന് പറയുമ്പോൾ അത് ധൃതിയൊന്നുമില്ല മനുവേട്ട, 2 ദിവസം കഴിഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കിവിടെ വല്ല ചിലവൊന്നുമില്ലല്ലോ, എനിക്ക് കിട്ടുന്നതൊക്കെ എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഇവിടുന്ന് കിട്ടുന്നുണ്ടെന്ന് അലീന പറയുകയാണ്. അപ്പോൾ മനു പറയുന്നത് ഞാൻ അങ്കിളിനോട് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ 2 ദിവസത്തെ ലീവ് നിനക്ക് കിട്ടും എന്ന് പറയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് ചിരിക്കുക കേട്ടോ അലീന. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്യാൻ ഞാൻ പുറത്തേക്ക് പൊക്കോട്ടെ എന്നിങ്ങനെ മനുവിനോട് ചോദിക്കുമ്പം ആന്നിങ്ങനെ തലയാട്ടിയാണ് കേട്ടോ. അങ്ങനെ അലീന പോവുകയാണ്. അലീന പോയ വഴി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് മനുട്ടാ. മനു അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുന്ന കണ്ടിട്ട് എന്താണ് നീ നോക്കി നിൽക്കുന്നതെന്ന് ചോദിക്കേണ്ട മുത്തശ്ശി. ഒന്നുമില്ല മുത്തശ്ശി എന്ന് പറയുമ്പോൾ എന്താടാ നിൻ്റെ മനസ്സിലിപ്പോൾ ഒരു ഇളക്കം, നീ ഇങ്ങനെ ഇങ്ങോട്ടേക്കൊന്നും വരാറില്ല, എപ്പോഴെപ്പോഴും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതെന്താ മുത്തശ്ശി കാണാൻ ഞാൻ എന്നാ വരണ്ടേ, ഞാൻ ഇനി വരുന്നില്ല എന്നാ. അങ്ങനെയല്ല, നീ വരുന്നതാണ് എനിക്ക് ആകെയുള്ളൊരു ആശ്വാസം, അതുകൊണ്ടല്ല ഞാൻ ഇപ്പം നിനക്ക് ഇങ്ങോട്ടേക്കുള്ള വരവിൻ്റെ എണ്ണ ഇത്തിരി കൂടിയിട്ടുണ്ടോ എന്നെനിക്കൊരു സംശയം എന്ന് പറയുമ്പോൾ ഒന്ന് പോ മുത്തശ്ശി, എനിക്ക് അവിടെ മുത്തശ്ശനും ഇല്ലല്ലോ, മുത്തശ്ശനായിരുന്നില്ല എനിക്ക് അവിടെ ഉണ്ടായിരുന്ന കൂട്ട്, ഇപ്പം മുത്തശ്ശൻ അവിടെ ഇല്ലല്ലോ, പിന്നെ മുത്തശ്ശി ഇവിടെ ഇല്ല, പിന്നെ എനിക്ക് ആരാ അവിടെ കൂട്ടുള്ളത്, ആ വീട്ടിലേക്ക് എനിക്ക് പോകുന്നതേ ഇഷ്ടമല്ലാതായിരിക്കുന്നു, ഒരു അന്യ വീട്ടിലേക്ക് ചെല്ലുന്ന ഒരു പ്രതീതിയാണ് ഇപ്പോൾ അത് എന്നൊക്കെ മനു പറയുകയാണ്. അത് ശരിയാ മോൻ പറഞ്ഞത്, ആ വീടൊരു വീടാണോ എന്നൊക്കെ ചോദിക്കാണ്. ശിവൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പിന്നെ കുഴപ്പമില്ല, ശിവനില്ലാതെ ഒന്നും അവിടെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട്. എടാ പിന്നെ ഹരി അന്ന് വന്നിട്ട് വല്ല കുഴപ്പമുണ്ടായിക്കോ, കമല എന്ത് പറഞ്ഞു എന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശി. മുത്തശ്ശി ഞാൻ ഇവിടുന്ന് അങ്ങോട്ടേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ എല്ലാ ന്യൂസും അവിടെ അമ്മയുടെ കയ്യിലെത്തി, അമ്മ എന്നെ കൊടഞ്ഞിട്ട് ചോദ്യം ചെയ്തു, ഞാൻ എൻ്റേതായ രീതിയിൽ നന്നായിട്ട് അമ്മയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവനെ കയറൂരി വിട്ട് കഴിഞ്ഞാൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത വിധം നാണക്കേട് ഉണ്ടാവുമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞ് താക്കീത് കൊടുത്തിട്ടുണ്ട്. അമ്മയ്ക്ക് എന്നിട്ടൊരു കൂസലും ഇല്ല, അമ്മയ്ക്ക് കുഞ്ഞു മോന് എന്നുള്ളൊരു പരിഗണനയാണ് അവനോട് എന്നൊക്കെ പറയാട്ടോ മനു. അല്ലെങ്കിൽ അവൾക്ക് അങ്ങനെയാണ്, അവൾ കൊഞ്ചിച്ചും ലാളിച്ചും വഷളാക്കിയേക്കുവാണ് ഹരിയെ എന്ന് പറയണ മുത്തശ്ശി. എടാ മോനെ നീ വല്ലതും കഴിച്ചായിരുന്നോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഇല്ല മുത്തശ്ശി ഞാൻ കഴിച്ചില്ല. എന്നാൽ നീ ചെന്ന് കഴിക്കി, അവിടെ ബാലചന്ദ്രനും പോയിട്ടുണ്ടാവില്ല, അവനും കഴിച്ചിട്ടില്ല, അവൻ്റെ കൂടെ ഇരുന്ന് കഴിക്കി എന്ന് പറയാം കേട്ടോ. അലീന എടുത്ത് തരും, നീ ചെല്ല് എന്ന് പറഞ്ഞ് അങ്ങനെ മനുവിനെ പറഞ്ഞേക്കണം. അതേസമയം ബാലചന്ദ്രൻ ഷോപ്പിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് വരികയായിരുന്നു. മനു നീ കഴിച്ചില്ലല്ലോ, വാ ഇരിക്കുക എന്ന് പറയാണ്. അലീന അതേ ഞങ്ങൾ ഇരുന്നോട്ടോ, ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് തന്നേന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ അലീന ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുക്കുകയാണ്. നീ കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ കഴിച്ചോളൂ, എനിക്ക് ഇത്തിരി ജോലിയുണ്ട്, അതൊന്നും പറ്റത്തില്ല, ഭക്ഷണം കഴിച്ചിട്ട് നീ ജോലി ചെയ്താൽ മതി എന്ന് പറഞ്ഞ് മനു നിർബന്ധിക്കണം. അങ്ങനെ ബാലചന്ദ്രനും പറയുന്നുണ്ട് ഇവിടെ ഇരുന്നിട്ട് കഴിച്ചോ, ഇനി അതൊരു ശീലമാവട്ടെ എന്ന് പറയണം. അങ്ങനെ ബാലചന്ദ്രനും മനുവും അലീനയും കൂടെ അവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അതിനുശേഷം അലീന തൻ്റെ ജോലിയിലേക്കൊക്കെ പോകുന്നുണ്ട്. മനു ആണെങ്കിൽ അവിടെ ഇങ്ങനെ ചുറ്റി നടന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ബാലചന്ദ്രൻ ഷോപ്പിലേക്ക് പോവുകയാണ്. അങ്ങനെ തൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അലീന വന്ന് നോക്കുമ്പോൾ മുത്തശ്ശിയുടെ അടുത്തൊന്നും മനുവിനെ കാണാനില്ല, മനു ആണെങ്കിൽ പോയിട്ടുമില്ല. അങ്ങനെ മനുവിനെ നോക്കുന്ന സമയത്ത് മനു ഉണ്ട് മുറ്റത്ത് ആ മാവിൻ്റെ ചോട്ടിൽ ഇങ്ങനെ പോയി നിൽക്കുന്നു കേട്ടോ. മനുവേട്ടൻ എന്താ അവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അലീന എനിക്കൊരു കട്ടൻ ചായ തരുമെന്ന് ചോദിക്കുകയാണ്. ഞാൻ തരാലോ, ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ മതി കേട്ടോ എന്ന് പറയാട്ടോ മനു.
ആ ശരിയെന്ന് പറഞ്ഞിട്ട് അലീന ഒരു കട്ടൻ ചായ എടുത്തുകൊണ്ട് വരികയാണ്. ഇതെന്താ ഇപ്പോൾ ഒരു കട്ടൻ ചായ കുടിക്കാനൊരു തോന്നലെന്ന് ചോദിക്കുമ്പോൾ ചുമ്മാ ഇവിടെ ഇങ്ങനെ ഈ മാവിൻ്റെ ചോട്ടിൽ വന്ന് നിന്നപ്പോൾ കട്ടൻ ചായ കുടിക്കണമെന്ന് തോന്നി, അത്രയേ ഉള്ളൂ എന്ന് പറയണം മനു. അങ്ങനെ അലീന കട്ടൻ ചായയും കൊണ്ട് വരികയാണ്. അതേ മനുവാട്ട ചായ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അങ്ങനെ മനു അത് വാങ്ങിച്ച് കുടിക്കുന്നുണ്ട് കേട്ടോ. കുടിച്ചിട്ട് അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് ചായ എന്ന് പറയുമ്പോൾ ഒന്ന് പോകും മനുവാട്ട, കട്ടൻ ചായയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് എന്തൊക്കെയാണ് മനുവാട്ടൻ പറയുന്നത്, മതി ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞ് കളിയാക്കുകയാണ്. തന്നെ കളിയാക്കുകയാണെന്ന് അലീനയ്ക്ക് മനസ്സിലാവും കേട്ടോ. ഞാൻ കളിയാക്കിയതല്ലാതെ ഈ കട്ടൻ ചായ കടുപ്പവും മധുരം ഒക്കെ പാകമാണ്, താൻ ഇതിൽ ഏലക്കായ ഇട്ടിട്ടുണ്ടല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയണം. അങ്ങനെ കുറച്ച് കുടിച്ചിട്ട് ബാക്കിയായിട്ട് കൊടുക്കുക കേട്ടോ ഗ്ലാസ്. എന്നിട്ട് അലീന അതുമായിട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് അലീന ചോദിക്കുന്നുണ്ട് ഈ ചായ ഇനി വേണ്ടേ ചോദിക്കുമ്പോൾ ഇതെന്താ ചെയ്യുക, എനിക്കറിയത്തില്ല എന്ന് പറയണം മനു. അങ്ങനെ അലീന ആ ചായ കൊണ്ട് പോകുന്ന വഴി അതിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. എന്താ ചെയ്യുക, അത് കളയാനും പറ്റത്തില്ലല്ലോ. പക്ഷേ മനുവിനോടുള്ളൊരു ഇഷ്ടം കൊണ്ട് അലീന ആ ചായ കുടിക്കുകയാണ്. അകത്തെത്തിയിട്ടാണ് കുടിക്കുന്നത്, അടുക്കളയിൽ വന്നിട്ടാണ് കുടിക്കുന്നത്. ആ സമയത്താണ് മനു അങ്ങോട്ടേക്ക് കയറി വരുന്നത് കേട്ടോ. അലീന ഈ ചായ കുടിക്കുന്നത് കണ്ടിട്ട് മനുവിന് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അപ്പോൾ അവനോടുള്ളൊരു ഇഷ്ടം അലീനയുടെ ഉള്ളിലും അലീനയോടുള്ളൊരു ഇഷ്ടം മനുവിൻ്റെ ഉള്ളിലും ഉണ്ട് കേട്ടോ. അങ്ങനെ അലീന കാണാതെ മനു അവിടെ നിന്ന് വേഗം മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, മുത്തശ്ശി ഞാൻ പോവുകയാണ്, ഞാനിത് ബാംഗ്ലൂർക്ക് പോവില്ലേ, ഞാൻ അതുവഴി ഒന്ന് കയറിയതാണ്, മുത്തശ്ശിക്കുള്ള ഫോൺ ഞാൻ ഉടനെ തന്നെ കൊണ്ടുവന്ന് തരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മനു. അങ്ങനെ മനു പോവുകയാണ്. പോകാൻ നേരത്തെ അലീനയോട് പറയുന്നുണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറയാണ്. അങ്ങനെ മനു കാറിൽ കയറുമ്പോൾ അലീനയ്ക്ക് ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ, കൈ വീശി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ അലീനയും കൈ വീശി കാണിക്കുകയാണ്, ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ താൻ ഏതായാലും അനിയത്തിയുടെ വീട്ടിലൊക്കെ പോയിട്ട് വാ, അപ്പോഴേക്കും ഞാനും ഒന്ന് ബാംഗ്ലൂരിൽ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞാണ് മനു യാത്ര പറഞ്ഞു പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് ഗ്രീസമ്മയുടെ മാമച്ചാൻ്റെ വീടാട്ടോ. അങ്ങനെ അവർക്ക് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കണം, രാത്രിയിൽ ഡിന്നർ വിളമ്പി കൊടുക്കുകയാണ് രേവതിക്കുട്ടി. ആ സമയത്ത് ഗ്രീസമ്മയ്ക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തിട്ട് പിന്നെ മാമച്ചായനും ഭക്ഷണം വിളമ്പി കൊടുക്കട്ടോ രേവതിക്കുട്ടി. വളരെ കുറച്ച് ഭക്ഷണം മാത്രമേ വിളമ്പി കൊടുക്കുന്നുള്ളൂ. അപ്പോൾ മാമച്ചായൻ പറയുന്നുണ്ട് ഇത് പൂച്ചയുടെ പ്ലേറ്റ് അല്ല, ഇത് എൻ്റെ പ്ലേറ്റാണ്, കുറച്ച് വാരി ഇങ്ങോട്ട് ഇട്ടെന്ന് പറയുമ്പോൾ പൂച്ചയുടെ പ്ലേറ്റ് അല്ലാത്തത് കൊണ്ടാണ്, പൂച്ച കഴിക്കുന്നത് പോലെ അത്രയും കുറച്ച് ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറയണേ. അപ്പോൾ ഗ്രേസമ്മ രേവതിക്കുട്ടിയെ ചട്ടം കെട്ടിയിട്ടുണ്ടായിരുന്നു, മാമച്ചാന് കുറച്ച് ഫുഡ് കൊടുത്താൽ മതി, ഒരുപാട് കൊടുക്കണ്ട, കാരണം ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കൂടുതലാണ്, അപ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അപ്പോൾ ഫാറ്റൊക്കെ ഇത്തിരി കൂടുതലായതുകൊണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രേവതിക്കുട്ടി കണ്ണുരുട്ടി കാണിക്കണം, മര്യാദക്ക് ഫുഡ് ഇതിലേക്ക് വിളമ്പിയിട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ എടുത്തില്ല, അത്ര കഴിച്ചാൽ മതി എന്ന് പറയട്ടെ, ഞാനാണ് ഈ വീട്ടിലെ ഓണർ, നീയല്ല, നീ എന്നെ ഭരിക്കാൻ പറ്റ മര്യാദക്ക് ഫുഡ് എടുത്തിട്ടാനാ പറഞ്ഞതെന്ന് പറയുമ്പോൾ രേവതിക്കുട്ടിക്ക് ഭയങ്കര വിഷമമാണ്. വേണ്ട ഞാൻ ഇടത്തില്ല, കുറച്ച് കഴിച്ചാൽ മതി എന്ന് പറയുമ്പോൾ മര്യാദക്ക് ഫുഡ് എടുത്തിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടിയുടെ കയ്യിൽ നിന്ന് ഫുഡ് വാങ്ങിച്ച് അതിലേക്ക് ഇടുക കേട്ടോ. അത് കണ്ടിട്ട് ഗ്രേസമ്മ രേവതിക്കുട്ടിയെ കണ്ണുരുട്ടി കാണിക്കുന്നുണ്ട്, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ടീ, നിനക്ക് ഞാൻ ഓഫർ ചെയ്ത ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ഒക്കെ ഞാൻ ക്യാൻസൽ ചെയ്ത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി ഇങ്ങനെ അയ്യോ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, അതായത് എൻ്റെ ഭാഗത്തുനിന്ന് കയ്യിൽ നിന്ന് പോയി എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് രേവതിക്കുട്ടി. അത് കണ്ടിട്ട് ഗ്രേസമ്മയ്ക്ക് ചിരിയും വരുന്നുണ്ട് കേട്ടോ. പക്ഷേ മാമച്ചായനൊന്ന് ഫുഡ് കൺട്രോൾ ചെയ്യിക്കാൻ വേണ്ടി നോക്കിയതാണ്. അങ്ങനെ പിന്നീട് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം രേവതിക്കുട്ടിയോട് അവിടെ തന്നെ ഇരുന്ന് കഴിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കുറച്ച് ഭക്ഷണം കഴിക്കുന്നുള്ളൂ, ആരും ഇപ്പോൾ ബാക്കിയാക്കുന്നില്ല കേട്ടോ. അങ്ങനെ പോകാൻ നേരത്തെ രേവതിക്കുട്ടിക്ക് ഒരു പുതിയ മൊബൈൽ ഫോൺ കൊടുക്കുക കേട്ടോ. ഇതിലെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്, ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് നാളെ നോക്കാം, നീ ഇത് കൊണ്ടുപോയി ചാർജിലിട്ട് വെച്ചേക്ക് എന്ന് പറയണം. അപ്പോൾ ചാർജിൽ എങ്ങനെ ഇടേണ്ടതെന്നൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഗ്രേസമ്മ. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം കോളേജിലേക്ക് പോയ രോഹിത്ത് തിരിച്ച് കോളേജ് കട്ട് ചെയ്തിട്ട് ക്ലാസ് കട്ട് ചെയ്തിട്ട് വീട്ടിലേക്ക് വരും കേട്ടോ. കൂടെ തൻ്റെ കാമുക്കി ഉണ്ട് കേട്ടോ. അന്ന് റൂബി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ പറ്റി ഹരിയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റൂബിയെയും കൂട്ടിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. വാതിൽ തുറക്കുന്ന അലീന ഇത് കണ്ട് ഷോക്കാവുക കേട്ടോ. രോഹിത്ത് ഒരു പെൺകുട്ടിയെയും കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് ക്ലാസ് കട്ട് ചെയ്തിട്ട് വീട്ടിലേക്ക് വന്നേക്കുന്നു. അപ്പോൾ ഇത് ആരാന്ന് ചോദിക്കുമ്പോൾ ഇതെൻ്റെ ഫ്രണ്ടാണെന്ന് പറയണം. അപ്പോൾ ഇതെന്താ ഇന്ന് ക്ലാസ് ഇല്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഇന്ന് ക്ലാസ് ഇല്ല, പിന്നെ എന്താ ഈ കുട്ടി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നേക്കെന്ന് ചോദിക്കുമ്പോൾ നീ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ വരണ്ട, ഇത് എൻ്റെ വീടാണ്, എൻ്റെ വീട്ടിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുമെന്ന് പറയട്ടോ. നിൻ്റെ വീടായിക്കോട്ടെ, പക്ഷേ ഇത് ഇങ്ങനെ ശരിയാവത്തില്ലല്ലോ, നീ ഇപ്പോൾ ഇവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് മാഡം അറിയോ, അതുപോലെ ഈ കുട്ടിയുടെ വീട്ടിലുള്ളവർ അറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്ന, ഇത് എൻ്റെ വീടാണ്, ഇവിടെ എനിക്കാണ് സ്ഥാനമുള്ളത്, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇവിടെ നടക്കത്തുള്ളൂ, നീ ആ വഴി കണ്ട് മാറി ഞങ്ങൾ അകത്തേക്ക് കയറട്ടെ എന്ന് പറയുമ്പോൾ മലിന സമ്മതിക്കുന്നില്ല കേട്ടോ. പറ്റത്തില്ല ഇങ്ങനെ വീട്ടിലേക്ക് കയറി വരാൻ, നീ എന്തുദ്ദേശിച്ചിട്ടാണ് ഇവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്, എന്താണെങ്കിലും ഒന്നുകിൽ മാഡം അറിഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ കുട്ടിയുടെ വീട്ടുകാർ അറിഞ്ഞിട്ട് മാത്രമേ ഈ വീട്ടിലേക്ക് ഒരു പെൺകുട്ടിയും കൊണ്ട് നീ വരാൻ പാടുള്ളൂ, ഞാൻ വിളിച്ച് ചോദിക്കട്ടെ നിൻ്റെ വീട് എവിടെയാണ്, നിൻ്റെ വീട്ടിലെ നമ്പർ ഏതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ വീണ്ടും രോഹിത് ഇടപെടാട്ടോ. നീ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത്, ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞില്ലേ, ഇന്ന് ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതാണെന്ന് പറയുമ്പോൾ എനിക്ക് നല്ല സംശയമുണ്ട്, എന്നാൽ ഞാൻ മാഡത്തിനെ വിളിച്ച് ചോദിക്കാം എന്നൊക്കെ പറയുമ്പോൾ വേണ്ട അമ്മയെ വിളിച്ച് ചോദിക്കാനൊന്നും നിൽക്കണ്ട, ഞാൻ പറഞ്ഞത് എൻ്റെ അനുസരിച്ചാൽ മതി എന്ന് വീണ്ടും രോഹിത് പറയട്ടോ.
അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, റൂബി പറയുന്നുണ്ട്, രോഹിത്ത് ഇതാരാന്ന് ചോദിക്കുമ്പോൾ ഈ വീട്ടിലെ സെർവൻ്റാണ്, ഇവൾക്കാണ് ഇവിടുത്തെ പരമാധികാരം എന്നാണ് ഇവളുടെ ഭാവം എന്ന് പറയുമ്പോൾ, ഓ സെർവൻ്റാണോ, അതിനാണ് ഇത്രയും അഹങ്കാരം എന്ന് പറയാണ് ആ റൂബി കേട്ടോ. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, നീ അവിടെ മാറി നിൽക്കണേ എന്ന് പറയുമ്പോൾ, ഇല്ല മാറില്ല, അങ്ങനെ വീട്ടിലേക്ക് കയറാനൊന്നും പറ്റത്തില്ല, ഇതിവിടെ നടക്കത്തില്ല എന്ന് പറയുമ്പോൾ, എൻ്റെ വീട്ടിൽ എന്ത് നടക്കണമെന്ന് ഞാനായിട്ട് തീരുമാനിക്കുന്നത്, എൻ്റെ സ്ഥാനം കഴിഞ്ഞിട്ടുള്ളൂ, ഇവിടെ ആർക്കും സ്ഥാനം എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് ഈ വീട്ടിലുള്ള സ്ഥാനം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്കൊന്നും പറയാനുണ്ടാവില്ല, ഈ വീട്ടിൽ നിന്നേക്കാൾ കൂടുതൽ അധികാരം അവകാശം എനിക്കുണ്ട് എന്ന് പറയണം. നീ എന്താ അർത്ഥത്തിലാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ സ്ഥാനവും അവകാശമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു നിമിഷം നീ ഇതുപോലെ എൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കത്തില്ല എന്ന് അലീന പറയുകയാണേ. അത് കേട്ടിട്ട് രോഹിത്തിന് ഭയങ്കര ദേഷ്യം വരികയാണ്. എന്താണെങ്കിലും ഇവളെയും കൊണ്ടിട്ട് ഈ വീട്ടിലേക്ക് ഇങ്ങനെ കയറാൻ പറ്റത്തില്ല എന്ന് അലീന തറപ്പിച്ച് പറയുമ്പം അങ്ങനെ ആകെ പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ് രോഹിത്ത്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, ഒന്നുകിൽ മാഡത്തോട്ട് വിളിച്ച് ചോദിച്ചിട്ട് നിനക്ക് ഇവളെയും കൂട്ടി വീട്ടിലേക്ക് വരാം, അല്ലെങ്കിൽ നേരെ വന്ന വഴി വിട്ടോ എന്ന് പറയണം. അങ്ങനെ അലീന വീട്ടിലേക്ക് കയറാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. പക്ഷേ രോഹിത്ത്, ഞാൻ എന്തായാലും ഇവളെയും കൂട്ടിയിട്ട് വന്നതാണ്, ഞാൻ വീട്ടിലേക്ക് കയറും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അലീനയാണെങ്കിൽ സമ്മതിക്കാതെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുന്നത്. എന്താണെങ്കിലും അലീന തൻ്റെ അധികാരം, മക്കളുടെ മേലിൽ തൻ്റെ അധികാരം പ്രയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതായത് രോഹിത്തിനെയും ബബിതയൊക്കെ നന്നാക്കി എടുക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ട് ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് നിന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അലീന ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള അതിൻ്റെയൊക്കെ ഒരു സൂചനയാണ് ഇത്. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു.